ഇന്നത്തെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി നോക്കാം. ബിജെപി സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. എം.ടി. രമേശ്, ശോഭാ സുരേന്ദ്രൻ, അനൂപ് ആന്റണി, എസ് സുരേഷ് എന്നിവർ ജനറൽ സെക്രട്ടറിമാരാവും. മുൻ ഡിജിപി ആർ ശ്രീലേഖ ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റായി നിയമിക്കപ്പെട്ടു. വി വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ടീം രാജീവ് ചന്ദ്രശേഖർ ആരായിരിക്കുമെന്ന ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മുരളീധര പക്ഷത്തിന് തീരെ സാന്നിധ്യമില്ലാത്ത ഒരു പുതിയ ടീം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. രമേശ് തുടരും, ശോഭാ സുരേന്ദ്രൻ പ്രധാന സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് പട്ടികയിൽ നിന്ന് വിശദമായി മനസ്സിലാക്കാനാവുന്നത്? ശ്രീജ, ഈ മുരളീധര സുരേന്ദ്ര പക്ഷങ്ങൾ പൂർണ്ണമായും അപ്രസക്തമായി കൊണ്ടുള്ളൊരു പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതേക്കുറിച്ചുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയിൽ പിടിമുറുക്കും, അതിന് മുരളീധര വിഭാഗത്തോട് ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളെ ഒപ്പം ചേർത്തായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, അത്തരമൊരു നീക്കമായിരിക്കും രാജീവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നത് സംബന്ധിച്ചുള്ള സൂചനകൾ പുറത്തുണ്ടായിരുന്നു. പക്ഷേ ഈ പട്ടിക നമ്മൾ പരിശോധിക്കുമ്പോഴും അത് ശരിവെക്കുന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായി 4 പേരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിൽ 2 പേരുകൾ അത് നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ടതാണ്. എം.ടി. രമേശിൻ്റെയും ശോഭാ സുരേന്ദ്രൻ്റെയും. രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആകുന്ന സമയത്ത് തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ട പേരുകളാണ് ശോഭയുടേതും രമേശിൻ്റേതും. അവർ 2 പേരെയും തഴയുന്നില്ല എന്ന് മാത്രമല്ല, നിർണായകമായ സുപ്രധാനമായ പദവിയിൽ അവരെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു നീക്കം രാജീവ് നടത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ എസ് സുരേഷ് എന്ന തിരുവനന്തപുരത്ത് നിന്നുള്ള നേതാവ്, അദ്ദേഹം നേരത്തെ സെക്രട്ടറി സ്ഥാനത്താണ് ഉണ്ടായിരുന്നത്, അദ്ദേഹത്തെ തഴയുന്നു എന്ന വ്യാപകമായ പ്രചരണം ഉണ്ടായിരുന്നു. തീപ്പൊരി പ്രാസംഗികനാണ്. ബി ജെ പിയെ പ്രതിരോധിക്കുന്നതിന് ടെലിവിഷൻ ചർച്ചകളിൽ നിരന്തരം ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരു നേതാവായിരുന്നു. പക്ഷേ ഈ മുരളീധര വിഭാഗം നേതാക്കൾ സുരേഷിനെ തഴയുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു. സുരേഷ് ആകട്ടെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി എത്തിയതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുപ്പക്കാരനായി മാറി. ആ ഒരു കാര്യം കൂടി നമ്മൾ ഈ പട്ടിക പരിശോധിക്കുമ്പോൾ അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഷോൺ ജോർജിൻ്റെ കാര്യം, അദ്ദേഹം പാർട്ടിയിൽ വന്നിട്ട് 8 മാസമേ ആകുന്നുള്ളൂ. വൈസ് പ്രസിഡന്റ് പദവി പോലെ ഒരു പദവിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ആർ ശ്രീലേഖ മുൻ IPS ഉദ്യോഗസ്ഥയാണ്. അവർ DGP എന്ന നിലയിൽ വിരമിക്കുകയും പിന്നീട് BJP ചേരുകയും ചെയ്ത വ്യക്തിയാണ്. അവർക്കും ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഉൾപ്പെടെയുള്ളവ കൊടുത്തിട്ടുണ്ട്. ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സുധീറിനെയെങ്കിലും നിലനിർത്തും. സുധീർ മുരളീധരനോടും അതോടൊപ്പം തന്നെ സുരേന്ദ്രനോടും അടുപ്പമുള്ള നേതാവാണ്. നേരത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. പക്ഷേ സുധീറിനെ പോലും നിലനിർത്തിയിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. മറ്റൊന്നുള്ളത്, 4 സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുള്ളപ്പോൾ തന്നെ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് RSSൽ നിന്ന് ഒരു പ്രതിനിധി വരേണ്ടതാണ്. പക്ഷേ 1 വർഷമായി അങ്ങനെ ഒരു പ്രതിനിധിയെ വെച്ചിട്ടില്ല. അത് കേന്ദ്ര നേതൃത്വവും RSSും തമ്മിലുള്ള തർക്കമാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ RSSനെ പിണക്കിക്കൊണ്ട് BJP മുന്നോട്ട് പോയി എന്ന ഒരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ മോഹൻ ഭാഗവത് വെല്ലുവിളിക്കുന്നൊരു നിലയുണ്ടായി. നരേന്ദ്രമോദിയും അമിത്ഷായും ഒരേ സ്വരത്തിൽ പറഞ്ഞത് തങ്ങൾക്ക് BJPക്ക് 400 സീറ്റിന് മുകളിൽ നേടാനുള്ള ശക്തിയുണ്ട്, കരുത്തുണ്ട്. അതിന് മറ്റ് സംവിധാനങ്ങളുടെ പിന്തുണ ഇല്ലെങ്കിൽ പോലും അത് പരോക്ഷമായി RSSനെ കുറ്റപ്പെടുത്തിയതാണെന്നൊരു വികാരം ഉണ്ടാകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും അന്ന് തന്നെ അതിന് പിന്നാലെ ഈ RSSൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറിമാരെ പിൻവലിച്ചുകൊണ്ടുള്ള നീക്കം RSSൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖർ വന്നതോടുകൂടി RSS നേതൃത്വവുമായി അദ്ദേഹത്തിന് വലിയ അടുപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ RSSൽ നിന്നൊരു പ്രതിനിധി ഉണ്ടാകുമെന്ന് കരുതി. പക്ഷേ അതിന് ഇനിയും സമയമുണ്ട്. ഒരു പ്രതിനിധി RSSൽ നിന്നുണ്ടാകും എന്ന കാര്യം തന്നെയാണ് BJP സംസ്ഥാന നേതൃത്വം ഇപ്പോഴും വ്യക്തമാക്കുന്നത്. അമിത്ഷാ ഇന്ന് രാത്രി തിരുവനന്തപുരത്ത് എത്തുകയാണ്. നാളെ പുതിയ ഓഫീസിൻ്റെ, പുതിയ BJP ആസ്ഥാന മന്ദിരത്തിൻ്റെ പഴയ മൊറാർജി ഭവൻ, അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എത്തുന്നു. അതിനുശേഷം അദ്ദേഹം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇക്കാര്യങ്ങളൊക്കെ തന്നെയാകും ചർച്ചയാകുക. ഇതിൽ വലിയ വിവാദമാകാൻ ഇടയുണ്ടായിരുന്ന ഒരു കാര്യമാണ് സംസ്ഥാന ഭാരവാഹി പട്ടിക. ആ പട്ടിക പുറത്തു വരുമ്പോൾ വലിയ കലാപം ഉണ്ടാകുമെന്ന സൂചനകളുണ്ടായിരുന്നു. പക്ഷേ അമിത്ഷാ വരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഈ പട്ടിക പുറത്തുവിടുന്നു. ഇനി ഏതെങ്കിലും തരത്തിലുള്ളൊരു അലോസരമുണ്ടാക്കിയാൽ, വിഭാഗീയത ഉണ്ടാക്കിയാൽ കൃത്യമായും അതൊരു കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് താക്കീതുണ്ടാകും, കർശന നിർദ്ദേശമുണ്ടാകും. ഒരു തരത്തിലും വിഭാഗീയത വെച്ചു പുലർത്താൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ്. ശരി വിനോദ്, എന്തായാലും ആ സമയം വളരെ ശ്രദ്ധേയമാണ്. ഇന്ന് രാത്രിയാണ് അമിത്ഷാ 10 മണിയോടെ തിരുവനന്തപുരത്ത് എത്തുന്നത്. നാളെ BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. പുത്തരിക്കണ്ടം മൈതാനത്ത് പൊതുയോഗത്തിലും BJP ഭാരവാഹി യോഗത്തിലും പങ്കെടുക്കും. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന ഷാ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര ദർശനം നടത്തി രാത്രിയോടെ ഡൽഹിക്ക് മടങ്ങുകയും ചെയ്യും. ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കളുടെ പ്രതികരണങ്ങൾ ന്യൂസ് 18നോട് ഈ എം.ടി. രമേശും അനൂപ് ആന്റണിയും എസ് സുരേഷും സംസാരിച്ചിരുന്നു. അവരുടെ വാക്കുകളിലേക്ക്. പുതിയ പദവിയൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ജനറൽ സെക്രട്ടറി പ്രവർത്തിക്കുന്നു.
ഈ പ്രാവശ്യം രാജീവ് ചന്ദ്രശേഖരൻ പ്രസിഡന്റായപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കാൻ കൂടി അവസരമുണ്ട്, സന്തോഷമുണ്ട്. ഭാരവാഹിത്വ പട്ടിക പൊതുവെ ഒരു സമതുലിതമായ പട്ടികയാണ്. സാധാരണ BJP എല്ലാ കാലഘട്ടത്തിലും ചെയ്യാറുള്ളത് നിലവിലുള്ള ഭാരവാഹികൾ 50% നിലനിർത്തുകയും 50% പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രാവശ്യം പട്ടിക പരിശോധന നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 5 വർഷക്കാലം പ്രവർത്തിച്ച ഭാരവാഹികൾ 50% ആളുകളെ നിലനിർത്തിയിട്ടുണ്ട്. 50% ആളുകൾക്ക് അവസരം കൊടുത്തു. അങ്ങനെ അവസരം കൊടുത്തപ്പോഴും ഒരു മാനദണ്ഡം പാലിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ നന്നായിട്ട് പെർഫോം ചെയ്ത ജില്ലാ പ്രസിഡന്റുമാർ, ആ ജില്ലാ പ്രസിഡന്റുമാർക്ക് പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുതുതായി പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സമതുലിതമായിട്ടുള്ള പട്ടികയാണ്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും പരിഗണിച്ചുള്ള പട്ടികയാണ്. പാർട്ടിക്കകത്തെ സീനിയറും ജൂനിയറുമായിട്ടുള്ള എല്ലാ ആൾക്കാരെയും പരിഗണിച്ചുള്ള പട്ടികയാണ്. അതുകൊണ്ട് വളരെ സന്തോഷവും അഭിമാനവും ഉണ്ടാകുന്ന ഒരു നിമിഷമാണിത്. കാരണം BJP കേരളത്തിൽ ഒരു വലിയ കുതിച്ചുകയറ്റത്തിന് തയ്യാറെടുക്കുന്ന സമയമാണ്. വളരെ ദീർഘവീക്ഷണത്തോടുകൂടി പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകർക്കും ഒരു ലക്ഷ്യം നിശ്ചയിക്കുകയും ലക്ഷ്യം ഫിക്സ് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ റോഡ് മാപ്പിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി വളരെ പ്രൊഫഷണലായിട്ട് അതോടൊപ്പം തന്നെ പരമ്പരാഗതമായിട്ട് പാർട്ടിയോടൊപ്പം നിൽക്കുന്ന മുഴുവൻ പ്രവർത്തകരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു വലിയ മുന്നേറ്റത്തിന് ഉള്ള സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ്. ഇതിനൊരു പദവിയായിട്ടല്ല ഞാൻ കാണുന്നത്, ഇതിനൊരു ചുമതലയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം പാർട്ടിയെ സംബന്ധിച്ച് വളരെയധികം നിർണായകമായ ഒരു വഴിത്തിരിവിലാണ് പാർട്ടി നിൽക്കുന്നത്. ഒരു എന്താ പറയുക, വളരെ ഇമ്പോർട്ടന്റ് മോഡിലാണ്. അതിന്റെ ഒരു തുടക്കമാണ് നാളെ അമിത്ഷാജി വന്ന് ഇവിടെ തുടങ്ങാൻ പോകുന്നത്. കാരണം ഏതാനും മാസങ്ങളേ ഉള്ളൂ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട്. അതിനുശേഷം പിന്നെയും കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ അസംബ്ലി തെരഞ്ഞെടുപ്പിന്. ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഒരു വലിയ വിജയമാണ് മനസ്സിൽ കണ്ടുകൊണ്ട് ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പിലാണോ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണോ? തീർച്ചയായിട്ടും രണ്ടിലും. അപ്പൊ ആ ഒരു വലിയൊരു വിജയം പാർട്ടിക്ക് നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചുമതല ലഭിച്ചതിന് അനുഗ്രഹമായിട്ടും വലിയൊരു ഉത്തരവാദിത്തത്തോടു കൂടി ഞാൻ കാണുകയാണ്.